വാഗമണിലേക്ക്. അടിപൊളി വൈബാണ്, നല്ല മഴയുണ്ട്, സൂപ്പർ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ്. കണ്ടോ, കാർമേഘങ്ങളൊക്കെ കണ്ടോ, ചെറിയൊരു മഴയൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് വാഗമണിലെത്തിയിട്ട് കാണാം. ഓക്കെ, രാവിലെ 9 മണിയായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പാഴ്സൽ വാങ്ങാനായിട്ട് പോവാണ്. അവിടെ നോക്കാം നമുക്ക് എന്തോ കഴിക്കാനായിട്ട് കിട്ടുന്നതെന്ന്. ഓക്കെ, അപ്പൊ നമ്മള് പൊറോട്ടയും ബീഫ് കറിയുമാണ് വാങ്ങിച്ചത്. പൊറോട്ടയില് ബീഫ് കറി ഒഴിച്ചിട്ട് അത് പാഴ്സലാക്കി വെച്ചിരിക്കുകയാണ്. നമ്മളൊരു അരമണിക്കൂറിന് ശേഷമാണ് ഇത് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ആ കറിയും ആ പൊറോട്ടയും കൂടെ ഒന്ന് സെറ്റ് ആവട്ടെ. ഓക്കെ, പോകുന്ന വഴി ഇങ്ങനെ ഒരു ബോർഡ് കണ്ടു, മർമല അരുവി എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് കണ്ടു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ കാണിക്കുന്നുള്ളൂ. അപ്പം നമുക്കൊന്ന് പോയി നോക്കാം. മനോഹരമായ ഒരു ദൃശ്യമാണ് കേട്ടോ, ഭയങ്കര സംഭവം. കണ്ടില്ലേ, ഈ അരുവിയുടെ സൗണ്ടും ഈ മലയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചിട്ടാണ് ഞങ്ങളിവിടെ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ബീഫ് കറിയും പൊറോട്ടയാണ്. അപ്പോൾ ഞങ്ങൾ 3/4 മണിക്കൂർ മുമ്പ് ഞങ്ങൾ വാങ്ങി വെച്ചിട്ടുന്ന ഫുഡാണ്. നല്ല അടിപൊളി പൊറോട്ടയും അടിപൊളി ബീഫ് കറിയുമാണ്. പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ ഈ ആംബിയൻസാണ്, ഭയങ്കര ഒരു ഫീലാണ് നമുക്കിവിടുന്ന് കിട്ടുന്നത്. വളരെ മനോഹരമായ ഒരു അരുവിയും മലയും ഈ പാലവും ഒക്കെ വളരെ സൂപ്പറായിട്ടുള്ള സ്ഥലമാണിത്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഈ മാർമല അരുവിയുടെ ഉത്ഭവം ഒരു വെള്ളച്ചാട്ടത്തിൽ നിന്നാണെന്നുള്ളത് ഒരു അറിവ് കിട്ടി. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അവിടെ ഒരു അരുവിയുണ്ട്, കൂടാതെ 1-2 വെള്ളച്ചാട്ടങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അത് കാണാനായിട്ട് പോണ വഴിയാണിത്. വിട്ടോ അങ്ങനെ മാർമലഗിരി വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു കൈവഴിയായിട്ട് ഒഴുകി വരുന്ന മറ്റൊരു വെള്ളച്ചാട്ടമാണിത്.
ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പേര് മംഗളഗിരി വെള്ളച്ചാട്ടം എന്നാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഫോഴ്സോട് കൂടി തന്നെ ഒഴുകി വരുന്ന വളരെ അപകടരഹിതമായ രീതിയിൽ മനോഹരമായൊരു വെള്ളച്ചാട്ടമാണിത്. കുട്ടികൾക്ക് കുളിക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഇറങ്ങി നിന്ന് കളിച്ച് രസിക്കാനോ ഒക്കെ പറ്റിയൊരു ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. വെള്ളം ഒട്ടും തന്നെ കെട്ടി നിൽക്കാത്ത രീതിയിൽ ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഈ വെള്ളച്ചാട്ടമുള്ളത്. നമുക്ക് കാല് നനയ്ക്കാൻ മാത്രം പാകത്തിനുള്ള ആഴമാണ് ഈ വെള്ളച്ചാട്ടത്തിനുള്ളത്. ഒഴുകി ഒഴുകി പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ മഴക്കാലമായതുകൊണ്ട് തന്നെ വളരെ കൂടുതൽ അളവിൽ വെള്ളം ഇങ്ങോട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ്. വെള്ളത്തിൻ്റെ ആ തുള്ളികൾ സ്പ്രേ ചെയ്യുന്ന പോലെ ഇത്രയും ദൂരത്ത് പോലും എത്തിപ്പെടുന്നുണ്ട്. ഭയങ്കര തണുപ്പും ഈ സൗണ്ടും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഇത്. അപ്പോൾ നമ്മൾ മംഗളഗിരി വെള്ളച്ചാട്ടമാണ് ഇപ്പോൾ കണ്ടത്. അപ്പോൾ അവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ മാറിയിട്ട് മാർമലഗിരി വെള്ളച്ചാട്ടമുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടെ കണ്ടിട്ട് പോവാം. അപ്പോൾ പോണ വഴി കാണുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നേച്ചറിൻ്റെ ആ ഭംഗി എത്ര പറഞ്ഞാലും മതിയാവത്തില്ല. അതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഇപ്പോൾ കാണുന്നത്. സൂപ്പർ. ഇപ്പോൾ വളരെ ഡേഞ്ചറായിട്ടുള്ളൊരു റോഡിൽ കൂടിയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. കൈവരികൾ വളരെ കുറവായിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ താഴെ ഭയങ്കര അഗാധമായ കൊക്കയാണ്, ഭയങ്കര താഴ്ചയുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ വളരെ കെയർ ആയിട്ട് വേണം ഇതിലൂടെ ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട്. വെള്ളച്ചാട്ടം കാണുന്നുണ്ട്. താഴോട്ടൊന്ന് നോക്കിയാൽ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ എന്ന് പറയുന്ന പോലെ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു റോഡാണ്. അപ്പോൾ നിങ്ങൾ ദൂരെ ആ മലയുടെ മുകളിലേക്ക് നോക്കി കാണാം, ആ ഒരു നല്ല മനോഹരമായ ഒരു വെള്ളച്ചാട്ടം ചാടി വരുന്നുണ്ട്. ഗ്ലാസ്സിൽ ഷെയ്ഡ് അടിക്കുന്നു ഫോണിന്റെ. ഗ്ലാസ് താക്കി, ഗ്ലാസ് ദൂരെ നോക്കിക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഒരു വെള്ളച്ചാട്ടം കാണുന്നുണ്ടോ? ആ മലയുടെ മുകളിൽ ചുറ്റും നിബിഡമായ വനമാണ്. നമ്മുടെ ഈ റോഡ് എന്ന് പറയുന്നത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു റോഡാണ്. ഭയങ്കര ഡേഞ്ചർ എന്ന് വെച്ചാൽ സൈഡിൽ ഒരു കൈവരി പോലും ഇല്ല. അതുപോലെ വളരെ വീതി കുറഞ്ഞ ഒരു റോഡാണ്. ഈ റോഡിപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ഒരു മനുഷ്യരെ നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല. ഭയങ്കര ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ഫീലാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ഇനി 2.5 കിലോമീറ്റർ കൂടെ ഉള്ളൂ, വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ. താഴോട്ട് ഞാൻ നോക്കുന്നേ ഇല്ല. അപ്പോൾ ഇത്രയും ദൂരം യാത്ര ചെയ്തപ്പോൾ ഞങ്ങൾ മുന്നിൽ ഒരാളെ കണ്ടു. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ പോകുന്ന അതേ സ്ഥലത്തേക്കാണ് അദ്ദേഹവും പോകുന്നതെന്നാണ് തോന്നുന്നത്.
Monday to Friday, 2 to 3 p.m. On Saturdays, 11 to 1 p.m. and on Sundays, 1 to 3. അപ്പം നമ്മൾ അവസാനം മാർമലഗിരി വെള്ളച്ചാട്ടത്തിനടുത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കാണുന്നത് ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ചെറിയ ദൃശ്യമാണ്. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ടേക്ക് പോകാനുള്ള വഴി ഏതാണെന്ന് നോക്കാം. അപ്പോൾ മാർമല അരുവി എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് കണ്ടു. അപ്പോൾ ഇതായിരിക്കും ആ കാണുന്ന വെള്ളച്ചാട്ടം, ദൂരെ കാണുന്ന വെള്ളച്ചാട്ടമാണ്. പക്ഷേ അങ്ങോട്ടേക്ക് പോകാനായിട്ട് കുറച്ച് ദൂരം നടക്കണം. കാണുന്ന ഭയങ്കര വലിപ്പമുണ്ട് വെള്ളച്ചാട്ടം. സ്ക്രീനിൽ വളരെ ചെറുതായിട്ടാണ് കാണുന്നതെങ്കിലും നല്ല വലിപ്പമുണ്ട്. അടിപൊളി വ്യൂ ആണ്. അപ്പോൾ നമ്മൾ ആ മാർമല വെള്ളച്ചാട്ടത്തിൻ്റെ കുറച്ച് അടുത്ത് പോയി നിന്ന് കാണാൻ പറ്റുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാനുള്ള വഴിയാണിത്. പോണ വഴി കാണുന്ന ഒരു കാഴ്ചയാണിത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ചയാണ്. എന്ത് തണുപ്പോ? നല്ല തണുപ്പ്. ഈ വഴി കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കണ്ടില്ലേ, വെള്ളം ഒഴുകി വരുന്ന ഒരു പാതയാണ്. കല്ലിനെല്ലാം നല്ല വഴുക്കലൊക്കെ ഉണ്ട്. വളരെ സൂക്ഷിച്ചിട്ടാണ് ഇതിലേക്കൂടെ നടന്നു വരാൻ. ഇതുപോലെ ഒരു ഫീൽ ചെയ്ത ഒരു യാത്ര ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടില്ല. എത്ര മനോഹരമായിട്ടുള്ള ഒരു യാത്രയാണിത്. ഇതിൻ്റെ ഒരു കേസൊക്കെ കൊടുത്തത് കണ്ടോ? ഈ വഴിയുടെ ഈ സൈഡ് നോക്കിക്ക്, ഒന്ന് കാല് തെറ്റി വീണാൽ താഴേക്ക് പതിക്കുന്ന രീതിയിലാണ്. ഒരുപാട് സൈക്കിളിൻ്റെ ഒക്കെ നടത്തി ആൾക്കാരിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എനിക്ക് സൗണ്ട് കേൾക്കാമല്ലോ, വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട്. കാണാൻ സാധിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഭയങ്കര ഡേഞ്ചറായിട്ടാണ് തോന്നുന്നത്. ഈ പാറക്കെട്ടൊക്കെ നന്നായിട്ട് വഴുക്കലുള്ള ഒരു സ്ഥലത്താണിത്. അപ്പോൾ ഇവിടെ കുറേ ദൂരം നടന്നു വന്ന് നോക്കിയപ്പോൾ ആ മലയുടെ മുകളിൽ നിന്ന് ശക്തമായ രീതിയിലുള്ളൊരു വെള്ളച്ചാട്ടമാണ് കാണാൻ സാധിക്കുന്നത്. അതിന് ചുറ്റും നിബിഡമായൊരു വനമാണ്. ശരിക്കും ഭയങ്കര ഒരു പേടി തോന്നുന്ന രീതിയിലുള്ള ഒരു സ്ഥലമാണിത്. ശരിക്കും അടുത്ത് പോയി നിന്ന് കാണാനുള്ള ഒരു തരത്തിലുള്ള സാധ്യതയും അവിടെ ഉണ്ടായിരുന്നില്ല. ഒരു കൈവരിയോ ഒരു സുരക്ഷിതത്വമോ ഇല്ലാത്ത രീതിയിലുള്ള ഒരവസ്ഥയായിരുന്നു അവിടെ. തോന്നുന്നില്ല, അത്ര ഭയങ്കരമായ പാറക്കെട്ടാണ്. അതിനിടയ്ക്ക് ഒരു ചെറിയൊരു അരുവിയുണ്ട്. അപ്പോൾ അതൊക്കെ കവർ ചെയ്തിട്ടാണ് പോകാനായിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ആൾക്കാരവിടെ താഴോട്ടൊക്കെ ഇറങ്ങി പോയിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. ആതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അതിനോടൊപ്പം നിൽക്കാൻ പറ്റിയ ഒരു മനോഹരമായ ഒരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് ഇത്. പക്ഷേ ഇവിടെ യാതൊരുവിധ സുരക്ഷിതത്വവും കാണുന്നില്ല. അങ്ങോട്ടേക്ക് കയറിപ്പോയി കാണാനുള്ള കൈവരിയോ ഒന്നും തന്നെ ഇല്ല. ആരും തന്നെ ഇവിടെ ശ്രദ്ധിക്കുന്നുമില്ല. ഒരു അപകടം സംഭവിച്ചാൽ തന്നെ ആരും കാണാനോ കേൾക്കാനോ ഇല്ലാത്തൊരവസ്ഥയിലാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സ്ഥിതി.
മലയുടെ ഷേപ്പ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. എനിക്ക് തോന്നുന്നതാണോന്നറിയില്ല, ഒരു മനുഷ്യരൂപം പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഒത്തിരി ടൂറിസ്റ്റുകൾ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ വളരെ മനോഹരമായൊരു സ്ഥലമാണിത്. അപ്പോൾ ആ മലയുടെ ഷേപ്പ് കണ്ടോ, ഒരു ഫേസ്, മൂക്കും വായും ഒക്കെ എനിക്ക് തോന്നുന്നുണ്ട്. എൻ്റെ തോന്നലാണോന്നറിയില്ല, കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നി. വളരെ മനോഹരമായൊരു കാഴ്ചയാണിത്. ശരിക്കും മാർമലഗിരി വെള്ളച്ചാട്ടം നമുക്ക് ഇങ്ങനെയാണ് കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത്. അകത്തേക്ക് ചെല്ലാനായിട്ട് ഒരു തരത്തിലുള്ള സുരക്ഷിതത്വവും ഇല്ലാത്ത രീതിയിലാണ്. അതുകൊണ്ട് തന്നെ വളരെ നിരാശയോടു കൂടിയാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. ആ മല കണ്ടോ, ആ മലയിലാണ് ഒരു മുഖത്തിന്റെ രൂപം എനിക്ക് തോന്നിയത്. കണ്ടോ? ഇതാണ് നമ്മൾ ആദ്യം കണ്ടിട്ട് പോയ വെള്ളച്ചാട്ടം. അപ്പൊ ഇനി നമുക്ക് നേരെ വാഗമണിലേക്ക് പോകാം. അപ്പൊ നമ്മള് മാർമലഗിരി വെള്ളച്ചാട്ടത്തിൽ നിന്ന് 24 കിലോമീറ്റർ കഴിഞ്ഞ് വാഗമണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഏകദേശം ഒരു 3 കിലോമീറ്റർ കൂടെ ഉണ്ട്. അപ്പോൾ പോണ വഴിയിലുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. മലവെള്ളം വീണിട്ട് തിളങ്ങി നിൽക്കുന്ന പാറക്കൂട്ടങ്ങളാണിത്. ഒരുപാട് ചെറിയ ചെറിയ അരുവികൾ നമുക്ക് വരുന്ന വഴി കാണാം. ഭയങ്കര രസമുണ്ട് കാണാൻ. അപ്പൊ നമ്മള് വാഗമണ്ണില് എത്തിയിരിക്കുന്നു. അപ്പൊ നോക്കി, ഒരു സിംഹം അലറുന്ന പോലെ ഒരു പ്രതിമ നമുക്കിവിടെ കാണാം. ഭയങ്കര ഒരു എന്ത് പറയണ്ടേ, ചീറ്റപ്പുലി, ഒരു ചീറ്റപ്പുലി കണ്ടോ? ഒരു സിംഹം അലറുന്ന പോലത്തെ ഒരു സിംഹമല്ല, ഒരു പുലി കണ്ടോ? ഒരു പുലിയുടെ പ്രതിമ. ഇറങ്ങുന്ന അവിടെ കൂവട്ടെ കൂവിക്കാൻ മീന അല്ല, ഭയങ്കര പ്രതിധ്വനിയായിരിക്കും ഇവിടെ. ആ കളർ വ്യത്യാസം നോക്കി. ആ പൈൻ മരവും അതിന് തൊട്ടിപ്പുറത്ത് കാണുന്ന ആ ഒരു വാലിയുടെ കളർ ചേഞ്ച് കണ്ടോ? ഇപ്പോൾ സമയം ഏകദേശം 1 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു നാടൻ ഊണെന്ന് പറഞ്ഞിട്ടൊരു വീട് പോലെ എന്തോ സംഭവമാണ് അവിടെ.
ഫുഡ് കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. നോക്കാം, പോയി വാങ്ങാൻ നോക്കാം. അപ്പോൾ വളരെ മനോഹരമായ ഈ ഒരു പ്രദേശത്ത് നമ്മൾ വന്നിരിക്കുന്നത് പൈൻ വാലി കാണാനായിട്ടാണ്. അപ്പോൾ പൈൻ വാലിയിലേക്ക് പോകുന്ന ആ മതിലിനോട് ചേർന്ന് ഉള്ള ഒരു ചെറിയൊരു ഹോം സ്റ്റേ പോലത്തെ ഒരു സംഭവമാണിത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫുഡ് നമുക്കിവിടുന്ന് കിട്ടി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരു തരത്തിലും നല്ല ഫുഡ് കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇത് വളരെ നല്ല വീട്ടിലുണ്ടാക്കിയ വളരെ ടേസ്റ്റുള്ള ഫുഡാണ് നമുക്ക് ഇവിടുന്ന് കിട്ടിയത്. അങ്ങനെ അടിപൊളി സാമ്പാറും പച്ചമോരും രസവും കൂട്ടുകറികളെല്ലാം ചേർത്ത് കഴിച്ച ഒരു ഊണായിരുന്നു ഇത്. വളരെ ടേസ്റ്റുള്ള നത്തോലി ഫ്രൈ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ചേച്ചിയാണ് ഞങ്ങൾക്ക് ഇത്രയും ടേസ്റ്റുള്ള ഫുഡ് നല്ല രുചിയായിരുന്നു ചേച്ചി. അപ്പോൾ ചേച്ചിയുടെ ഇതിൻ്റെ പേരൊക്കെ ഒന്ന് പറയാമോ? അതന്നെ ഈ നമ്മുടെ ഇപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ സ്ഥാപനം എന്ന് പറഞ്ഞാൽ മടക്കാവ് എന്ന് പറയും. മടക്കാവിലാണ് ഇതിൻ്റെ അഡ്രസ്സ് നമുക്ക് പറയുന്നത്. പിന്നെ ഈ ഫാമിലി ഫുഡ് പൈൻവാലി പിന്നെ പാറ ഇതിലെ പോകുന്നവര് ഇവിടെ വന്ന് ഫുഡ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ കഴിച്ചിട്ട് പറയുകയാണ്. സന്തോഷം. ഓക്കെ, ശരി. അപ്പോൾ വളരെ നല്ല ടേസ്റ്റുള്ള ഫുഡ് കഴിച്ച ഒരു സംതൃപ്തിയോടുകൂടി തന്നെയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ പൈൻ വാലിയിലേക്ക് പോകുന്നത് ഈ ചേച്ചിയുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വഴി കൂടെയാണ്. ഈ കാണുന്ന വഴിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ചേച്ചിയുടെ കൃഷിത്തോട്ടമൊക്കെ നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും. വളരെ നല്ല രീതിയിലുള്ള ഫുഡ് നമുക്കിവിടുന്ന് കഴിക്കാൻ പറ്റിയെന്നുള്ളൊരു സംതൃപ്തിയാണ് മനസ്സിൽ നിറയെ. അപ്പോൾ ഈ വഴിയിലൂടെയാണ് നമ്മൾ പൈൻ വാലിയിലേക്ക് പോകുന്നത്. ഇതെന്തായിരിക്കും ഈ സ്തൂപം? 2019, 2020 എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട് അതിനകത്ത്. എന്തായാലും അടിപൊളി സ്ഥലമാണ്.
പാല് ഇന്ന് തിളപ്പിക്കൂ. കണ്ടില്ല, പകരം ഞങ്ങൾ നാട്ടുമൃഗങ്ങളെയൊക്കെ കണ്ടു. കണ്ടോ, ഇതിനെ ഒന്നും അഴിച്ചു വിട്ടിരിക്കുകയാണല്ലോ അതിന്. ഏത് വ്യൂവും ഏത് ഫോക്കസ് ചെയ്യുന്ന എല്ലാ സ്ഥലവും അതിമനോഹരമായ ഒരു സ്ഥലമാണിത്. ഭയങ്കര ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ആ മരത്തിലൊരു അടിപൊളി ഒരു ഊഞ്ഞാലി കിടക്കുന്നുണ്ട്. നമ്മുടെ ഇടതുവശത്തോടെ നമ്മൾ കാണാത്ത നോക്കി. അരിയുണ്ടോ? കണ്ടോ, എവിടെ നോക്കിയാലും ചെറിയ ചെറിയ അരുവികളും പുൽമേടുകളും. എന്ത് ഭംഗി.
ഓരോരോ ഓർമ്മകളും അനുഭവങ്ങളും ഒക്കെയാണ് നമുക്ക്